എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടകളിലൊന്നാണ് ഗോതമ്പട. ഗോതമ്പ് ഇലയിൽ പരത്തി ഉണ്ടാക്കുന്ന അട. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടാകുന്ന സമയത്ത് അതിൽ ഒരു അല്പം തേങ്ങയിട്ട് നന്നായി ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഒഴിച്ച് ഒരു 2-3 ഏലക്ക പൊടിച്ചതും ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അധികം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1-2-3 മിനിറ്റ് ഇളക്കിയിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിക്കുന്നത് വരെ നമ്മൾ ഇളക്കണം. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടി, അതിനാവശ്യമായ വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച്, നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴക്കണം. കൈക്ക് പറ്റുന്ന രീതിയിൽ വേണം മാവിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഓരോ ഉരുളകളായി എടുത്ത് ഓരോ ഉരുളയും ഇലയിൽ പരത്തി അതിനകത്തേക്ക്, അത് നമ്മളെ കൈക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം, പച്ചവെള്ളം അടുത്തെടുത്ത് വെച്ച് അതിലൊന്ന് കൈ നനച്ച ശേഷം വേണം പരത്താനായിട്ട്. പരത്തി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ശർക്കര മിശ്രിതം ഉണ്ടല്ലോ, അതെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് മടക്കി ആവിയിൽ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 20-25 മിനിറ്റ് സമയം ഇത് ചെറുതീയിൽ വേവിച്ചെടുക്കണം. തണുത്തതിന് ശേഷം നമുക്കെല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ്, അടിപൊളി സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.